ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ CPMന് തിരിച്ചടിയായി ആദായനികുതി വകുപ്പിന്റെ ഇടപെടൽ. തൃശൂരിൽ CPMന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത്. ബാങ്കിൽ ഇന്നലെ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തിയിരുന്നു. പാർട്ടി നൽകിയ ആദായനികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല. 1998 തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5 കോടി 10 ലക്ഷം രൂപയാണ്. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത്. ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണത്തിൻ്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം ഇതിൽ ഒന്നും ഒളിപ്പിക്കാനില്ലെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൗണ്ടുണ്ട്. നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ. EDയുടെയും ആദായനികുതി വകുപ്പിന്റെയും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കരുവന്നൂർ ബാങ്ക് കേസിൽ ED ചോദ്യം ചെയ്ത CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിൽ നിന്നും ആദായനികുതി വകുപ്പ് മൊഴിയെടുത്തിരുന്നു. തൃശൂരിലെ CPM അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദായനികുതി വകുപ്പ് തേടിയത്. കൊച്ചിയിലെ ED ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഇന്നലെ EDയുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഈ വേളയിലാണ് ED ഓഫീസിലെത്തി ആദായനികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചത്. CPM പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ 2 ദേശസാൽകൃത ബാങ്കിൽ IT വിഭാഗം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. തൃശൂരിലെ വിവിധ സഹകരണ ബാങ്കുകളിലും ദേശസാൽകൃത ബാങ്കുകളിലെയും CPM നിയന്ത്രണത്തിലുള്ള അക്കൗണ്ടുകളെയും കുറിച്ചാണ് ED അന്വേഷണം. തിങ്കളാഴ്ച PK ബിജുവിനോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സുതാര്യമാണെന്ന് ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. 4 കോടി 80 ലക്ഷം രൂപയാണ് ബാങ്കിൽ ഇപ്പോഴത്തെ ബാലൻസ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.